Hi friends, welcome back. ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ റിവ്യൂ ചെയ്ത പല ഫോണുകളും ഈ ലാസ്റ്റ് അൺബോക്സിംഗ് വീഡിയോ അടക്കം എല്ലാം ബെസ്റ്റ് ഫോണുകളായിരുന്നു. ആ റേഞ്ചിലെ ബെസ്റ്റ് ഫോണുകളുടെ വീഡിയോസാണ് നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ ചെയ്തു വന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നതും അങ്ങനെ ഒരു ബെസ്റ്റ് ഫോണിന്റെ വീഡിയോ ആണ്. യൂഷ്വലി നമ്മൾ 10,000 താഴെയുള്ള ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോ ചെയ്താൽ എങ്ങനെ പോയാലും ടോപ്പ് 3 ഫോൺസിന്റെ ലിസ്റ്റിൽ മിക്കവാറും ഒന്നാം സ്ഥാനത്ത് തന്നെ കാണും പോക്കോയുടെ ഒരു നല്ല ഫോൺ. ഇന്ന് പോക്കോയുടെ M6 Pro എന്ന ഈ ഫോൺ വരുമ്പോൾ 10,000 താഴെ ഒരു ഫോൺ നിങ്ങൾ എടുക്കുകയാണെങ്കിലും ശരി, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും ശരി, ഇതിനെ പരിഗണിക്കാതെ പോകാൻ പറ്റില്ല. അത്രയും മികച്ച സ്പെക്കിലാണ് പോക്കോ ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. 10,000 താഴെയുള്ള ഒരു ബെസ്റ്റ് ഫോൺ എന്ന് പറയാം. ഒരു ക്വിക്ക് അൺബോക്സിംഗ് യൂഷ്വൽ ആയിട്ടുള്ള മഞ്ഞ ബോക്സിൽ തന്നെയാണ് പോക്കോ M6 Proയും വന്നിരിക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് വേൾഡിൽ തന്നെ ഈ ടെക് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ബ്രാൻഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല അനാലിസിസ് നടന്നൊരു ടീമാണ് കനാലിസ്. അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പോക്കോ ഈ 2023 കാലഘട്ടങ്ങളിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡാണെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഇങ്ങനെയുള്ള സ്പെക്ക് മാത്രമായിരിക്കണം അല്ലേ? അങ്ങനെ പറയുമ്പോൾ കുറച്ചൊന്നുമില്ല കേട്ടോ, 68% ഗ്രോത്ത് ഒക്കെയാണ് അവർ പറയുന്നത്. സോ അത് എന്തായാലും ഗംഭീരമാണ്. ഇതാണ് പോക്കോ M6 Pro എന്ന് പറയുന്ന ഫോൺ. നല്ല ഡിസൈൻ ആണ് കേട്ടോ. 10,000 താഴെ ഗ്ലാസ് ഡിസൈൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നന്നായി. ഓക്കെ, ഫോണിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് യൂഷ്വൽ ആയിട്ടുള്ള കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂള്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബോക്സിനകത്ത് 22.5 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ടൈപ്പ് സി കേബിൾ ഉൾപ്പെടുന്നുണ്ട്. ചാർജിങ് 18 വാട്ടാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ 22.5 വാട്ടിന്റെ ചാർജർ വെച്ചിട്ടുണ്ട് അവർ. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ച് പോക്കോ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി, മോസ്റ്റ് അഫോർഡബിൾ 5G ഫോൺ ഇൻ ദ സെഗ്മെന്റ് എന്നാണ്. ഈ ഒരു ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയണോ ഡിസൈനെ കുറിച്ച് പറയണോ കൺഫ്യൂഷൻ ആണ്. കാരണം എല്ലാം നന്നായിട്ടുണ്ട്. ഈ വില കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാം നന്നായിരിക്കുന്നു. എങ്കിലും പ്രൊസസറിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു ഫോൺ വരുന്നത് Snapdragon 4 Gen 2 എന്ന് പറയുന്ന പ്രൊസസറുമായിട്ടാണ്. 10,000 താഴെ 4nm പ്രോസസ് ടെക്നോളജിയിലുള്ള ഒരു പ്രൊസസറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഗംഭീരമായി. LPDDR4X RAM UFS 2.2 സ്റ്റോറേജും ഈ ഒരു പ്രൈസിൽ ഇവർ കൊടുക്കുന്നു എന്നുള്ളത് ഗംഭീരമല്ലേ? 4GB RAM 6GB RAM രണ്ട് വേരിയന്റുകൾ വരുന്നുണ്ട്. 4GB RAM 64GB സ്റ്റോറേജ് ആണ് വരുന്നത്. 6GB RAM ആണെങ്കിൽ 128GB സ്റ്റോറേജും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ UI നിങ്ങളിവിടെ കാണുന്ന പോലെയാണ്. യൂഷ്വൽ ആയ പോക്കോ UI തന്നെയാണ്. കുറച്ച് ആപ്ലിക്കേഷനുകൾക്ക് കൂടുതലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കാണാം. അത് പതിവായിട്ടുള്ളത് തന്നെ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന പോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. ഈ ഫോണിൽ വരുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്മറി കാർഡ്, ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് എന്ന രീതിയിൽ മെമ്മറി കാർഡ് കൂടി ഉപയോഗിക്കാൻ സാധിക്കും. 1TB വരെ മെമ്മറി കാർഡ് വഴി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ യൂസിനൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. നമ്മൾ ഈ കാണുന്ന പോലെ നൈസായ പെർഫോമൻസ് കിട്ടും. അതിൽ തന്നെ AnTuTu സ്കോർ ഒക്കെ നോക്കിയാൽ 4,30,000 വരെ കിട്ടുന്ന ഒരു സെറ്റപ്പാണ് ഇതിന്റെ പെർഫോമൻസ്. അതായത് 10,000 താഴെയുള്ള ഫോണുകൾ നോക്കുമ്പോൾ അത്യാവശ്യം ഗെയിം കളിക്കാവുന്ന നല്ലൊരു ഫോണാണെന്ന് കൂടി പറയാം. ആൻഡ്രോയിഡ് 13 ബേസ്ഡ് MIUI 14 ഇത് വരുന്നത്. ഈ ഒരു ഫോണിന് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പോക്കോ ഓഫർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. സോ നിങ്ങൾ ഈ കാണുന്ന പോലെ അത്യാവശ്യം മിനിമം ഗെയിമുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നൈസായിട്ട് കളിക്കാം. വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്ന് തന്നെ പറയാം ഈ ഒരു പ്രൈസിന്. ഈ ഫോൺ ഒരു 5G ഫോണാണ്. ഇഷ്ടംപോലെ 5G ബാൻഡുകൾ, 10-12 5G ബാൻഡുകൾ പോക്കോ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഫോണിൽ ഇത്രയും 5G ബാൻഡുകൾ അടക്കം കൊടുത്തുകൊണ്ട് ഈ ഒരു മാർക്കറ്റിൽ തന്നെ 5Gയുടെ ഒരു ഇമ്പാക്ട് ഈ ഒരു ഫോൺ കൊണ്ട് പോക്കോ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്കറിയേണ്ടത്. കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും മോസ്റ്റ് അഫോർഡബിൾ 5G ഫോൺ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. നല്ലൊരു പെർഫോമൻസ് ഉള്ള 5G ഫോൺ എന്ന രീതിയിൽ. സോ പെർഫോമൻസ്, 5G, കോൾ, നെറ്റ്വർക്ക്, ഈ വക ഭാഗങ്ങളിലൊന്നും യാതൊരു ഇഷ്യൂസും ഈ ഫോണിനെ സംബന്ധിച്ചില്ല. ഇനി ഇതിന്റെ ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ 10,000 താഴെയുള്ള ഫോണായിട്ട് കൂടി 90 ഹെർട്സിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. സോ നോർമലി ഈ റേഞ്ചിൽ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ബെസ്റ്റ് സെറ്റപ്പാണ് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിസ്പ്ലേ എന്ന് നമുക്ക് പറയാം. 6.79 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. 550 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളുമാണ് വരുന്നത്. 240 ഹെർട്സിന്റെയാണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ടോട്ടലി ഡിസ്പ്ലേക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡീസന്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നെറ്റ്ഫ്ലിക്സിലൊന്നും HDR കാണിക്കുന്നില്ല. അതൊക്കെ നോൺ ആണ്. ബട്ട് 10,000 താഴെയുള്ള ഫോണിൽ ഇതൊക്കെ ഓക്കെയാണ്. ഇത്രയും സെറ്റപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഓക്കെ പറയുകയാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഡിസൈനും ഒട്ടും തന്നെ മോശമല്ല. ഈ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഫ്രണ്ട് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ ഫ്രണ്ട് ഡിസൈൻ ഒരുവിധം ഓക്കെയാണ്. ബോക്സി സ്റ്റൈലിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. റിയർ സൈഡ് ഗ്ലാസ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ആ ക്യാമറ മോഡ്യൂളും കാര്യങ്ങളും ഒക്കെ ഡിഫറന്റ് ആയ ആ ഒരു ക്യാമറ മോഡ്യൂൾ ഇല്ലാത്ത തരത്തിലുള്ള ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. പവർ ബട്ടണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻഡിക്കേറ്റ് ചെയ്ത് വരുന്നു. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും. ടോപ്പിൽ IR ബ്ലാസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3.5mm ജാക്കും വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ. ഈ ഒരു പ്രൈസ് ആയതുകൊണ്ട് മോണോ സ്പീക്കർ ഞാൻ ഓക്കെ എന്ന് പറയും. ഇവിടെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നില്ല. ബട്ട് ഉള്ള സ്പീക്കറിന്റെ സൗണ്ട് ക്വാളിറ്റി ഡീസന്റ് ആണ്. ഞാനൊന്ന് കേൾപ്പിച്ചു തരാം.
കണ്ടോ, അത്യാവശ്യം ഡീസൻ്റ് ആയ സൗണ്ട് ക്വാളിറ്റിയും ഉണ്ട്. സോ അപ്പോൾ അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു പിടി കിട്ടിയല്ലോ. അത്യാവശ്യം ഈ വിലയ്ക്ക് നല്ല ക്വാളിറ്റി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി 5000 mAh ആണ്. 22.5 വാട്ടിന്റെ ചാർജർ ബോക്സിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. 18 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചാർജിങ്ങിനും ബാറ്ററി ലൈഫിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഈ ഒരു പ്രൈസിന് പക്ക സെറ്റപ്പാണ്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിന്റെ ക്യാമറയാണ് മെയിൻ ക്യാമറ. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ചെറിയ 1-2 സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ആ ഒരു വിലയ്ക്കുള്ള ഒരു ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് മതിയാവോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളാണ് ചിന്തിച്ച് നോക്കേണ്ടത്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾ ഇവിടെ കാണുന്ന പോലെയൊക്കെ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാതെ കിട്ടുന്നുണ്ട്. ഇത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻ ഡീസന്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടും. സോ ക്യാമറ വൈസ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. കാരണം അത് പേഴ്സണൽ ചോയ്സ് ആണ്. എന്നെ സംബന്ധിച്ച് ഈ വിലയ്ക്ക് ഇത് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഫോണിൽ MIUI Dialer ആണ് വരുന്നത്. അതായത് ഗൂഗിളിന്റെ ആ ഒരു സ്റ്റോക്ക് ഡയലർ അല്ല. അതുകൊണ്ട് തന്നെ കോൾ റെക്കോർഡിംഗ് പോലുള്ള ഫീച്ചറുകളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് സാരം. പിന്നെ അങ്ങനെ ഇതിനകത്ത് കൂടുതലായിട്ട് എടുത്തെടുത്ത് പറയാനൊന്നുമില്ല. നല്ല പെർഫോമൻസിൽ, നല്ല ഡിസൈനിൽ, നല്ല അത്യാവശ്യം ഡീസന്റ് ക്യാമറയിൽ, നല്ല ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു നല്ല പോക്കോ ഫോൺ, Poco M6 Pro. എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. പക്ഷെ പോക്കോ ഫോണുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ എടുക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഈ ഫോണിൻ്റെ പ്രൈസ് എൻ്റെ അറിവനുസരിച്ച് 9999 രൂപയാണ് വരാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അപ്പോൾ അത്രയുമാണ് Poco M6 Pro എന്ന ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ പ്രൈസിന് Poco M6 Pro ഇനി അങ്ങോട്ട് ബെസ്റ്റ് ഫോൺസിൻ്റെ ലിസ്റ്റിൽ കുറേ കാലം കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.